ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 8:30 മണിയാണ്. ഞാൻ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 9 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോറൂമിലെത്തി രാവിലത്തെ മീറ്റിംഗും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സമയം 9:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ SOW എന്ന സർവീസ് ഓൺ വീൽസ് എന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. SOW എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിലാവുകയാണെങ്കിലോ ഫ്രീ സർവീസ് ആണെങ്കിലോ സ്പോട്ടിൽ പോയി ചെയ്തു കൊടുക്കാനുള്ള സംവിധാനത്തെയാണ് SOW എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടന്റും ഇത് തന്നെയാണ്. ഇങ്ങനത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഉള്ളൂരാണ്. അവിടെ ഒരു ക്ലാസിക് 350 BS4 വണ്ടി സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അത് എന്ത് ഇഷ്യൂ ആണെന്ന് നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ വീഡിയോസുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ വണ്ടി വഴിയിലാവുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് വഴിയിലായത്, എന്ത് പ്രോബ്ലം കൊണ്ടാണ് വഴിയിലായത് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇതുപോലുള്ള വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്പോട്ട് എത്താറായി വരുന്നുണ്ട്. ഇനി ബാക്കി ഭാഗം അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസിക് 350 BS4 ഗൺമെറ്റൽ ഗ്രേ വണ്ടി. അപ്പോൾ എന്താണ് ഇഷ്യൂ ഉണ്ടായതെന്ന് ഇവൻ്റെ ഓണർ വന്ന് ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഓണർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആശ ഇന്നലെ തൊട്ടേ ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് നമുക്ക് അവനെ സ്റ്റാർട്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇവൻ്റെ ഓണർ കൂടി വന്നതിന് ശേഷം ഇവനെ നമ്മൾ തള്ളി വർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്ത് തന്നെ വണ്ടി ക്രാങ്ക് ആവുന്നുണ്ടെങ്കിലും മിസ്സിങ് അടിച്ച് വണ്ടി ഓഫായി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവൻ്റെ പ്രോബ്ലം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ടാങ്കിലെ പെട്രോൾ മുഴുവൻ വെള്ളം മിക്സ് ആയിട്ടുണ്ട്. തൽക്കാലം ഇവനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ സാധിക്കുന്നത് ടാങ്കും കാർബും അഴിച്ചതിന് ശേഷം അതിനകത്തെ പഴയ പെട്രോൾ ഫുള്ള് മാറ്റിയതിന് ശേഷം പുതിയ പെട്രോൾ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടാങ്ക് അഴിച്ച് പെട്രോൾ ചോർത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പെട്രോളിൽ എന്തുമാത്രം വെള്ളം കലർന്നിട്ടുണ്ടെന്ന്. ടാങ്കിലെയും കാർബിലെയും പെട്രോൾ റിമൂവ് ചെയ്യുക മാത്രമാണ് ഇവിടെ വെച്ച് ചെയ്യുന്നത്. ടാങ്കും കാർബും ക്ലീൻ ചെയ്യണമെങ്കിൽ വണ്ടി ഷോറൂമിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട്. വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൻ്റെ വാട്ടർ ഡ്രെയിൻ ഹോസ് ബ്ലോക്ക് ആണെങ്കിലാണ് ടാങ്കിനുള്ളിലേക്ക് ഇങ്ങനെ വെള്ളം ഇറങ്ങാൻ കാരണമാകുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ വാട്ടർ ഡ്രെയിൻ ഹോസ് ബ്ലോക്ക് ഒന്നുമില്ല എന്ന് അടുത്തുള്ള ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അഥവാ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ പ്രഷർ എയർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് റിമൂവ് ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ടാങ്കെല്ലാം അഴിച്ച് പെട്രോൾ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രത്തോളം പെട്രോളാണ് ടാങ്കിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു പെട്രോളിൻ്റെ കാൽഭാഗവും വെള്ളം തന്നെയാണ്. നിങ്ങൾക്ക് ബക്കറ്റിൻ്റെ അടിവശത്തായിട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു മഞ്ഞ കളർ ലെയറിൽ കിടക്കുന്നത് വെള്ളമാണ്. ഇനി നമുക്ക് ഈ ഒരു പെട്രോൾ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പുതിയ പെട്രോൾ വാങ്ങി വേണം വണ്ടിയിൽ ഒഴിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.